Hi, hello, assalamualaikum. Welcome to another video. പിന്നെ നമ്മളിവിടെ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിലൊരു വെറൈറ്റി ആയിട്ട് ഒരു ഉപ്പുമാവ്, അതായത് ബിരിയാണിയുടെ ടേസ്റ്റിലൊരു ഉപ്പുമാവ്. അപ്പോൾ അതിനായിട്ട് എന്തെല്ലാം നോക്കാം. ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിനായിട്ട് ഒരു ബിരിയാണിക്ക് വെക്കുന്നത് പോലെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് റവ, വറുത്ത റവയാണിത്, എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് ഈ ഒരു ഗ്ലാസ് അളവിലാണ് എടുത്തത്, 1/2 ഗ്ലാസ്. അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിനായിട്ട്. പിന്നെ ഉപ്പുമാവിൽ ഉപ്പില്ലാതെ പറ്റത്തില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, ഒരു കഷ്ണം ബേ ലീഫ്, പിന്നെ 2 പട്ട, ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട. പിന്നെ ഇതിലോട്ടേക്ക് നമുക്ക് മസാലപ്പൊടി എന്ന് പറയുന്നത് ചിക്കൻ മസാല മാത്രമാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നെയ്യിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിതവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിലോട്ടേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായതിന് ശേഷം ഞാൻ അതിലോട്ടേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേ ലീഫും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തു. പിന്നീട് ഞാൻ അതിലോട്ടേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി കൂടി ചേർത്ത് കൊടുത്തു. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഉള്ളി വഴന്ന് വന്നതിന് ശേഷം ഞാൻ അതിലോട്ടേക്ക് നമ്മൾ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഈ ഒരു ടൈം ചേർത്ത് കൊടുക്കാം. ക്യാരറ്റെല്ലാം ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ചിട്ട് ഉപ്പും റവയും ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ വെള്ളത്തിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ടേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം.
ഈ ഉപ്പുമാവ് ബിരിയാണി ടേസ്റ്റിലുള്ള നല്ല ഒരു വെറൈറ്റി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യും. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരെ കാണുന്നതായിരിക്കും. ബൈ.